ഇപ്പോൾ എനിക്ക് 38 വയസ്സായി, എൻ്റെ വൈഫിന് 31 കഴിഞ്ഞു. ഇനി ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇനിയും കുട്ടികളെ ഇത് കൈ നീട്ടി സ്വീകരിക്കും. എത്ര കുട്ടികളല്ല. ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു തിങ്സ് കിട്ടണമെന്നായിരുന്നു. ഓരോരുത്തരും മക്കളെ കിട്ടുന്നതിന് മുന്നേ പറയും ഞങ്ങൾക്ക് എത്ര കിട്ടിയാലും സ്വീകരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. പക്ഷെ വൈകിയാണ് മക്കളെ കിട്ടുകയാണെങ്കിൽ പോലും ഒരു 2 കുട്ടി എന്ന് വെച്ചാൽ ആദ്യം ഒരു കുട്ടിയെ കുറിച്ച് ചിന്തിക്കും, അത് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് കളിക്കാൻ വേണ്ടി കൂട്ടിനൊരു കുട്ടി, അതാണ് അവരുടെ ചിന്ത. ഞാൻ എടുക്കാൻ പോയില്ലേ ഓടിയോ. എൻ്റെ പേര് അഭിലാഷ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പെരിങ്ങമൽ എന്ന സ്ഥലത്തുള്ള കുടുതാഴ്ചൽ ഏരിയയിൽ താമസിക്കുന്നു. ഞാനൊരു സ്കൂൾ വണ്ടി ഡ്രൈവറാണ്. ഇതെൻ്റെ ഭാര്യ, പേര് രജിത. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇപ്പോൾ 13 വർഷമായി. ഇത് എൻ്റെ മൂത്ത മകൾ, പേര് അനുഗ്രഹ. ഒരു ഹായ് പറഞ്ഞോളെ. പുള്ളിക്കാരി 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ മകള് അനുപമ, അവൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇതെൻ്റെ മൂന്നാമത്തെ മകള് അന്ന, 1ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇത് 4ാമത്തെ മകനാണ് ആബേൽ, LKGയിൽ പഠിക്കുന്നു. ഇത് 5ാമത്തെ മോൻ, പേര് ഏതൻ, അവൻ അംഗൻവാടിയാണ്. ഇത് ഞങ്ങളുടെ 6ാമത്തെ മകൾ, പേര് ആലീസ്. അതെ അതെ. എത്ര വർഷം കഴിഞ്ഞാണ് കുട്ടികളുണ്ടായത്? ഞങ്ങൾക്ക് കുട്ടികൾ ഉണ്ടായത് 3 വർഷം കഴിഞ്ഞ ശേഷമാണ്. വൈഫ് IT-യിൽ പഠിക്കുകയായിരുന്നു. 3 വർഷത്തെ കോഴ്സാണ്, ഡിപ്ലോമ കോഴ്സായിരുന്നു. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷമാണ് കുട്ടികളെ കുറിച്ച് ചിന്തിച്ചത്. രണ്ടുപേരുടെ തീരുമാനമായിരുന്നു? ഞങ്ങൾ രണ്ടുപേരുടെ തീരുമാനമായിരുന്നു. എന്താണ് പറയാനുള്ളത്? രണ്ടുപേരുടെ തീരുമാനമായിരുന്നു? ഞങ്ങൾ രണ്ടുപേരും തീരുമാനമായിരുന്നു. കുഞ്ഞുങ്ങൾ നമ്മൾ രണ്ടുപേർക്കും താല്പര്യമായിരുന്നു. മാരീഡ് ലൈഫ് തുടങ്ങിയ സമയത്തെ നല്ല താല്പര്യം ഉണ്ടായിരുന്നു കുഞ്ഞുങ്ങളോട്. പിന്നെ ദൈവം സഹായിച്ച് ഒരു കുഴപ്പമില്ലാതെ മക്കളെ തന്ന് ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് ലൈഫ്. പിന്നെ കുട്ടികള് ഒരുപാട് വേണം എന്ന ഒരു തീരുമാനം? അങ്ങനെ ഒരു തീരുമാനം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാന് എൻ്റെ അച്ഛൻ്റെ കുടുംബം എന്ന് പറയുന്നത് 7 മക്കളുടെ കുടുംബത്തിലെ 5ാമത്തെ ആളാണ്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാമത്തെ ആളിൽ നിന്നാണ് ഞാൻ ജനിച്ചത്. അപ്പൊ അന്നത്തെ തലമുറയിലുള്ള എൻ്റെ അച്ഛൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് 1 2 മതിയെന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഉണ്ടാവണമെന്നില്ല. പിന്നെ എൻ്റെ അമ്മയെന്ന് പറയുന്നത്, എൻ്റെ അമ്മയ്ക്ക് 6 മക്കളുണ്ട്. അതിൽ 2ാമത്തെ ആളാണ്. അപ്പോ അവർക്കും 6 മക്കളുണ്ട്. എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ 7 മക്കളുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരാഗ്രഹം കുറഞ്ഞത് 7 പേരെങ്കിലും വേണമെന്നായിരുന്നു. അപ്പോ ആദ്യം ഞങ്ങൾക്ക് കുട്ടികൾ ജനിച്ചപ്പോഴേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പെൺകുട്ടികൾ മൂത്തത് വന്നു, 3ാമത്തെ പെൺകുട്ടി വന്നു. അപ്പോഴേ ആൾക്കാരൊക്കെ പറഞ്ഞു ഇനി മക്കളെ കുറിച്ച് ചിന്തിക്കണ്ട, വേണ്ട. അപ്പൊ ഞങ്ങൾക്ക് ഉള്ളിലുള്ള ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര കിട്ടിയാലും ഞങ്ങൾ വാങ്ങാൻ റെഡിയാണ്. കാര്യം ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അറിവിലുള്ള ഒരുപാട് പേർക്ക് മക്കള് ഇല്ലാത്ത ഒരവസ്ഥയുണ്ട്. അപ്പം ഓരോരുത്തരും മക്കളെ കിട്ടുന്നതിന് മുന്നേ പറയും ഞങ്ങൾക്ക് എത്ര കിട്ടിയാലും സ്വീകരിക്കാൻ ഞങ്ങൾ റെഡിയാണ്. പക്ഷെ വൈകിയാണ് മക്കളെ കിട്ടുകയാണെങ്കിൽ പോലും ഒരു 2 കുട്ടി എന്ന് വെച്ചാൽ ആദ്യം ഒരു കുട്ടിയെ കുറിച്ച് ചിന്തിക്കും, അത് കഴിഞ്ഞിട്ട് ആ കുട്ടിക്ക് കളിക്കാൻ വേണ്ടി കൂട്ടിനൊരു കുട്ടി, അതാണ് അവരുടെ ചിന്ത. അത് കഴിഞ്ഞ് അതിനപ്പുറത്തേക്ക് ഒരു കുട്ടിയെ കുറിച്ച് ആരും ചിന്തിക്കുന്നില്ല. പിന്നെ ഡെലിവറി മതിയാക്കുന്നു. ഓരോരുത്തര് അവരുടെ രീതിയിൽ സാമ്പത്തികമായിട്ട് എന്ത് ചെയ്യാമെന്ന് ചിന്തിച്ചുകൊണ്ട് പോകുന്നു. ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊന്നുമില്ല, പക്ഷെ ഞങ്ങൾക്ക് മക്കളെ ഇഷ്ടമാണ്. എനിക്ക് ആദ്യത്തെ 3 പെൺകുട്ടികളായിരുന്നു. അപ്പൊ 4ാമത്തെ 5ാമത്തെ 2 ആൺകുട്ടിയെ കിട്ടി. ഇപ്പൊ വീണ്ടും കിട്ടിയത് ഒരു മോളെയാണ്. 4 പെൺകുട്ടിയും 2 ആൺകുട്ടിയാണ്. ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. പ്രാരാബ്ദങ്ങൾ ഒരുപാടുണ്ട്. പിന്നെ എൻ്റെ തൊഴിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രൈവറാണ്. ഡ്രൈവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂൾ വണ്ടിയുടെ ഡ്രൈവറാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരാഴ്ച ആയുള്ളൂ ശാവടിയുടെ മോഡൽ ഗവൺമെന്റ് സ്കൂളിൽ ഡ്രൈവറായിട്ട് കയറിയിട്ട്. ഇതിന് മുന്നേ വേറെ സ്കൂളിലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മക്കളുണ്ട് എങ്കിലും ഉള്ള വരുമാനത്തിൽ ഞങ്ങളുടെ കുടുംബമെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. വേറെ പ്രശ്ന ബുദ്ധിമുട്ടൊന്നും ഇതുവരേക്കും ഇല്ല.
അവരുടെ എല്ലാ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നു പോകുന്നുണ്ട്. ഈ തീരുമാനം വൈഫിനോട് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ എന്തായിരുന്നു അഭിപ്രായം? രണ്ടുപേരെയും നമ്മള് അങ്ങനെ ഇച്ഛയും പറഞ്ഞിട്ടില്ല. നമുക്ക് രണ്ടുപേർക്കും താല്പര്യം തന്നെയാണ് മക്കളോട്. മക്കൾ ഇനി വേണമെന്നുള്ള രീതിയിൽ നമ്മൾ രണ്ടുപേരും ഡിസിഷൻ തന്നെയാണ്. പിന്നെ എന്താ ഇവരെ അങ്ങനെ ഓരോരുത്തരെയും പറയും പോലെ വളർത്താൻ പാടാണ്, അല്ലെങ്കിൽ നോക്കാൻ പാടാണ്, വിദ്യാഭ്യാസം, ഡ്രസ്സിങ് അങ്ങനത്തെ നമുക്കൊരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ അവരെ നോക്കാൻ ഒരു പാടായിട്ടോ, രാവിലെ ഇച്ഛയും ജോലിക്ക് പോയി കഴിഞ്ഞാൽ മക്കളുടെ കാര്യങ്ങളെല്ലാം ഞാനാണ് നിന്ന് ക്ലിയർ ചെയ്യണത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ മക്കള് അവര് ഇത് ഡ്രസ്സൊക്കെ ചെയ്യുന്നതും യൂണിഫോം ഒക്കെ അവര് തന്നെ എന്ത് ചെയ്യും, എടുത്തിടും. ഞാൻ ഒന്ന് അവർക്ക് സപ്പോർട്ട് ചെയ്ത് നിന്നാൽ മാത്രം മതി. അവര് എല്ലാം ഒന്ന് ഒരു കണക്കിന് ദൈവത്തിന്റെ ഒരു അനുഗ്രഹമാണ്. കാര്യം അവരവരുടേതായിട്ടുള്ള രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പ്രാരാബ്ദാണ് അങ്ങനെ ഒരു ഇതുവരെയും തോന്നിയിട്ടില്ല. അവരൊരു നല്ല പഠിക്കുന്നവരായിരുന്നാലും ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതായിരുന്നാലും എനിക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. മെയിനായിട്ട് മൂത്ത മോള് നല്ല വീട്ടിൽ നല്ലൊരു ഹെൽപ്പ്, അവളൊരു ചേച്ചി അമ്മയാണ് മെയിനായിട്ട് ഒരാള്. അവള് കുഞ്ഞുങ്ങളെ കുഞ്ഞു മോളെ എടുക്കാനും കൊണ്ടു നടക്കാനും മൂന്നുപേരും നന്നായിട്ട് എടുക്കും. പിന്നെ അവർ രണ്ടുപേരെ കിട്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആള് നന്നായിട്ട് വീട് മെയിനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് നമ്മളിവിടെ ക്ലീനിങ്, മുറ്റം തൂക്കും, ഇത് പാത്രമൊക്കെ കഴുകി നന്നായിട്ട് വീട് നന്നായി നീറ്റാക്കി ഇടുന്നതിന് മെയിനായിട്ട് നിൽക്കുന്ന മൂത്ത ആള്. എന്റെ ഒരു വലം കൈ തന്നെയാണ് മൂത്ത മോള്. അപ്പൊ ഈ കുട്ടികൾ ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്കും ആരെങ്കിലും ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട്? അതായത് ഇപ്പോഴത്തെ പ്രസന്റ് ഇപ്പം സർക്കാരിനെ പറഞ്ഞ 2 കുട്ടികൾ എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അപ്പൊ കൂട്ടുകാരോ അല്ല ഫ്രണ്ട്സോ അല്ലെങ്കിൽ തന്നെ നാട്ടുകാരോ ബന്ധുക്കളോ ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇഷ്ടംപോലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഞാൻ നമുക്ക് ഭ്രാന്താണ് എന്നാണ് ആദ്യത്തെ പറച്ചില്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തലമുറയില് ഒന്നല്ലെങ്കിൽ 2 കുട്ടികൾ ഇപ്പൊ അപൂർവമാണ്, ഒട്ടുമിക്കടത്ത് ഒന്നാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ എല്ലാവരും നിരുത്സാഹപ്പെടുത്തുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് ഒന്നുമില്ലാത്ത നിങ്ങൾ എങ്ങനെ. ഇപ്പൊ പറയാൻ എളുപ്പമാണ്, കൊച്ചു കുട്ടികളായതുകൊണ്ട് കുഴപ്പമില്ല, ചിലവൊന്നുമില്ല. പിന്നെ മുന്നോട്ട് പോകുമ്പോഴേക്കും അവരുടെ വിദ്യാഭ്യാസം, ബാക്കി കാര്യങ്ങൾ, കല്യാണ പ്രായമാകുമ്പോൾ കല്യാണം കഴിപ്പിക്കുന്ന കാര്യം, അതൊക്കെയാണ് അവര് പറഞ്ഞ് മാക്സിമം ആൾക്കാർ നമ്മുടെ അടുത്ത് എന്താണ് നിങ്ങൾ ചിന്തിക്കാതെ ഈ തലമുറയിൽ ഇങ്ങനെ വിവരക്കേട് കാണിക്കുന്ന ആൾക്കാരുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വിവരക്കേടായിട്ട് തോന്നിയിട്ടില്ല, ഇനി തോന്നുകയില്ല. ഇപ്പൊ എനിക്ക് 38 വയസ്സായി, എൻ്റെ വൈഫിന് 31 കഴിഞ്ഞു. ഇനി ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇനിയും കുട്ടികളെ ഇത് കൈ നീട്ടി സ്വീകരിക്കും. എത്ര കുട്ടികളായാലും ഞങ്ങൾക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു തിങ്സ് കിട്ടണമെന്നായിരുന്നു. പക്ഷെ ഇതുവരെയ്ക്കും ദൈവം അതിന് കരുതിയിട്ടില്ല. ഇപ്പൊ പലയിടത്തും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇപ്പൊ 5 കുട്ടികളോ 4 കുട്ടികളോ 6 കുട്ടികളൊക്കെ വരുന്നത് വെച്ചാൽ കൂടുതലും തിങ്സ് ആയിരിക്കും. ഞങ്ങൾക്ക് 6 ഡെലിവറിയാണ്. ട്വിൻസ് കിട്ടിയില്ല. അത് ഒരുപോലത്തെ മോളെയാണ് നമുക്ക് രണ്ടുപേർക്കും താല്പര്യം. പക്ഷെ ഇതുവരെയും കിട്ടില്ല. വിഷമ കുഞ്ഞായിട്ടുണ്ട്. ദൈവം അതിന് അടുത്തൊരു ഇത് കനിയട്ടെ എന്നൊരു പ്രാർത്ഥനയുണ്ട്. അങ്ങനെ എത്ര കുട്ടികൾ വേണം എന്നാണ് ഉദ്ദേശം? എത്ര കുട്ടികൾ എന്നുള്ള ഇത് നമ്മളെ ലിമിറ്റേഷൻ ഒന്നും പറയുന്നില്ല. ഇപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ സുഹൃത്തുക്കളുടെ ഇടയിൽ തന്നെ പലർക്കും കല്യാണം കഴിഞ്ഞിട്ട് ഒരുപാട് ലേറ്റായി കുട്ടികളെ കിട്ടിയ ആൾക്കാരുണ്ട്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഇപ്പൊ 3 വർഷം ഇപ്പൊ എന്താ പറയാ അവളുടെ വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ആയിട്ട് വേണ്ടെന്ന് വെച്ചിട്ടും, പക്ഷെ അന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. നമ്മുടെ അവസ്ഥ അതായത് കൊണ്ടാണ്, അല്ല ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞ കുട്ടികൾ വേണ്ടാത്തത് കൊണ്ടല്ല. എന്ന് കുട്ടികളെ കിട്ടിയാലും ഞങ്ങൾ എത്ര കുട്ടികളായാലും കൈനീട്ടി സ്വീകരിക്കാൻ തയ്യാറാണ് എന്ന് നമ്മൾ അന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്നും അങ്ങനെ തന്നെയാണ്. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു വിധത്തിലുള്ള അസുഖങ്ങളൊന്നും ഇതുവരേക്കും കുട്ടികൾക്കില്ല. യാത്ര പോകുമ്പോഴത്തേക്കും അങ്ങനെയായിരുന്നു? കാരണം നിങ്ങൾ 6, 2, 8 പേര് ഇല്ല, യാത്ര പോകുമ്പോഴല്ല. നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എന്താ പറയാ കൊച്ചുകുട്ടികളെ കൊണ്ടുപോകാനുള്ള ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളിപ്പോ എവിടെ പോവുമെങ്കിലും ഞങ്ങൾ 8 പേര് ഒരുമിച്ചാണ് പോകുന്നതും കാര്യങ്ങളല്ല. ഒരു കല്യാണ ഫംഗ്ഷനെ വിളിച്ചാലും ഞങ്ങൾ ഒരുമിച്ച് പോകും. എല്ലാവരും നല്ല രീതിയിൽ
എൻജോയ് ചെയ്യും. വേറെ ഇതൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്? ഈ പകരത്തിലേക്ക് ഓട്ടം ബഹളമൊക്കെ ആയിരിക്കില്ലേ? അതൊക്കെ നമ്മളങ്ങനെ നമുക്ക് അങ്ങനെ പേടിയും കാര്യങ്ങളൊന്നും അങ്ങനെയല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരക്കപ്പെട്ട് അയ്യോ ആരും തട്ടിക്കൊണ്ടു പോകുന്നു അല്ലെങ്കിൽ ഇന്ന പ്രശ്നമാണ്. അവരും വേറെ പ്രശ്നം നമ്മളെ ശല്യക്കാരല്ല. കൺമുന്നിൽ നിന്ന് അങ്ങ് പോകില്ല. ഞാൻ നോർമലി എല്ലാ കുഞ്ഞുങ്ങളും ഓടിക്കളിക്കുന്നത് പോലെ നമ്മൾ കൺവെട്ടിൽ നിൽക്കുള്ളൂ. പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുമ്പോഴത്തേക്കും വിളിക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് അവർ വരും. വീട്ടിൽ കുഞ്ഞു കുഞ്ഞു കുസൃതികൾ ഇത്തിരി കൂടുതലെന്നേ ഉള്ളൂ. അല്ലാതെ പുറത്തോട്ട് പോയാൽ ഇത് ശരിക്കും ഒരു നമ്മൾ ദൈവം നമ്മളെ കൂടെ തന്നെ ഉണ്ട് എല്ലാ കാര്യത്തിലും. അതാണ് ഇതിൽ പറയാനുള്ള ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം. നമ്മൾ പുറത്ത് പോയിരുന്നാലും വീടിനകത്തായിരുന്നാലും ഒരു കാര്യം ചെയ്യുന്നാലും കുഞ്ഞുങ്ങളും കൂടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാരും പറയണ ഒരു കൊച്ചിനെ മാനേജ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എങ്ങനെ ഇത് കഴിയുന്നെന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്തുണ്ടെങ്കിലും കർത്താവില്ലങ്ങ് ആശ്രയിച്ച് എല്ലാം കർത്താവ് ഇനി നോക്കിക്കോ എന്നങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ദൈവം അങ്ങ് നോക്കിക്കോളും. അവരങ്ങ് കൂടെ നിൽക്കും. നമ്മളൊരു ഫംഗ്ഷൻ കല്യാണത്തിന് വീട്ടിൽ പോകുന്നു, ഫുഡ് എടുക്കാനായിരുന്നാലും ഞാൻ ഇപ്പോൾ ചെന്ന് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും മക്കളെല്ലാവരും അവിടെ ഇരിക്കും. ഇച്ചായ എന്ത് ചെയ്യും, എടുത്തോണ്ട് വന്ന് കൊടുക്കുമ്പോൾ അവര് കഴിക്കും. പിന്നെ ഇച്ചായ വാരി കൊടുക്കും, ഞാനും വരും. അവരങ്ങ് വാരി ഒന്നും കഴിക്കല്ല, ഇറങ്ങി എന്ത് ചെയ്യൂല, ഓടുകയൊന്നുമില്ല, അവരിയ്ക്കും. അതുകൊണ്ട് അങ്ങനെ അവരൊരു ഇതുവരെയും ഒരു ബുദ്ധിമുട്ടല്ല. കുഞ്ഞുങ്ങൾ ശരിക്കും എണ്ണം കൂടുന്നതാണ് നല്ലത്. അപ്പൊ എന്ത് ചെയ്യും, അവര് കൂടുമ്പോ ചേച്ചി ഇങ്ങനെ ഇരിക്കുകയാണ്, അപ്പൊ നമുക്ക് ഇരിക്കണം എന്നുള്ളൊരു ചിന്ത നമ്മൾ പറയാതെ തന്നെ അവർക്ക് ഓട്ടോമാറ്റിക്കലി വരും. ഒരാളാകുമ്പോഴാണ് അവർക്ക് നിയന്ത്രിക്കില്ലല്ലോ, അച്ഛനും അമ്മയും മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവര് നന്നായിട്ട് നിന്നാള് ഈ സ്നേഹം തന്നെ എപ്പം. ആദ്യത്തെ എത്തി നമ്മളോടൊക്കെ എത്തി കുറച്ച് ഗ്യാപ്പ് ഇട്ടും വെറുപ്പൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പൊ എല്ലാവർക്കും 6 മക്കൾ എന്നുള്ള ഇതില് ഇപ്പൊ അടുത്തടുത്തൊക്കെ എല്ലാരും ഇത് ഉണ്ട്, സംസാരിക്കുന്നു. നിങ്ങൾക്ക് 6 മക്കളുണ്ട്, അവർക്ക് ഒത്തിരി ഹാപ്പി ഉണ്ട് നമ്മളെ കാണുമ്പോൾ. ആദ്യത്തൊക്കെ ഒരു സപ്പോർട്ടീവ് ഇല്ലാത്തവർ തന്നെ ഇപ്പൊ ഒരു ഇതുണ്ട്, നല്ല ഹാപ്പി ആയിട്ടാ. എന്തായാലും നിങ്ങൾ വളർത്താൻ ഒരു തീരുമാനം ഉണ്ടല്ലോ, നന്നായിട്ട് ഇരിക്കട്ടെ എന്നൊരു വാക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഇടയ്ക്ക് ഒരു ഫംഗ്ഷന് പോയപ്പോഴത്തേക്കും ഇത് ഒരു ഇച്ചേന്റെ കൂട്ടുകാരുണ്ട് പോയപ്പോ അവരെ റിലേറ്റീവ് വന്നിട്ട് എപ്പോഴും 6 മക്കളാടേ എന്ന് ചോദിച്ചിട്ട് നമ്മളോട് വന്നിട്ടൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തൊരു സംഭവമുണ്ട്. അങ്ങനെ അത് നമുക്ക് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. ഒരു കണക്കിന് സപ്പോർട്ടുള്ള ആൾക്കാരുണ്ട്, അല്ലാത്തവരും ഉണ്ട്. അത് നമ്മൾ എല്ലാവരെയും നമുക്ക് സംതൃപ്തിപ്പെടുത്തി ജീവിക്കാൻ പറ്റില്ലല്ലോ. നമ്മളിപ്പോ എന്തായിരുന്നാലും മക്കളെ പ്രതി ഹാപ്പിയാണ്. വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ അല്ലെങ്കിൽ മക്കൾ കൂടിപ്പോയി അല്ലെങ്കിൽ അവരെ വളർത്താനായിരുന്നാലും പഠിക്കും. ഇപ്പൊ മോള് തന്നെ, മൂത്ത മോള് ക്ലാസ്സിൽ ടോപ്പാണ്. അതുമല്ല കീബോർഡ് പഠിക്കുന്നുണ്ട്. മൂന്നാമത്തെ മോളും കീബോർഡ് പഠിക്കുന്നുണ്ട്. രണ്ടാമത്തെ മോള് ഡ്രോയിങ്ങിന് ടാലന്റ് ആണ്. പിന്നെ മൂന്നാമത്തെ മോള് ലെഫ്റ്റ് ഹാൻഡർ ആണ് മോള്. അപ്പൊ അതിന്റെ എല്ലാ കഴിവുകളും അനുഗ്രഹങ്ങളും ദൈവം അവർക്ക് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ ബൈബിളിനെ സംബന്ധിച്ചിടത്തോളം സങ്കീർത്തന പുസ്തകം 127 പറയുന്നുണ്ട്, മക്കളെന്ന് വെച്ചാൽ കർത്താവിന്റെ അനുഗ്രഹമാണ്, ഉദരഫലം അവിടുത്തെ അനുഗ്രഹം. അപ്പൊ ആ ഒരു ഇത് വെച്ച് ഉള്ള ഇതിൽ ഞാൻ പറയുകയാണ്, 2 കുട്ടികളെ ഒരുമിച്ച് തിങ്സ് എന്നല്ല, ഞങ്ങൾക്ക് എത്ര കുട്ടികളെ, ഇപ്പൊ 100 കുട്ടികളെ വളർത്താനുള്ള അനുഗ്രഹമാണ് ദൈവം ഞങ്ങൾക്ക് തരികയാണെങ്കിൽ 100 കുട്ടികളെയും കൈനീട്ടി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഈ ജീവിതത്തിൽ എത്ര കുട്ടികളെ കിട്ടുമോ അത്രയും കുട്ടികളുടെ അപ്പനും അമ്മയായിട്ട് ഈ ഉള്ള കാലം ജീവിക്കുക. പിന്നെ സാമ്പത്തികമായിട്ടൊന്നും ഇല്ലെങ്കിൽ പോലും അത് ദൈവം തരുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു.